എല്ലാവർക്കും നമസ്കാരം. 2-3 ദിവസമായിട്ടേ നമ്മുടെ സോഷ്യൽ മീഡിയയിൽ വീണ്ടും താരമായിട്ടുള്ള ഒരാളെ കുറിച്ച് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആളുടെ ഒരു ഇന്റർവ്യൂ വന്നിട്ടുണ്ടായിരുന്നു. ഇന്റർവ്യൂ വന്നതിന് ശേഷം സോഷ്യൽ മീഡിയ മുഴുവൻ ആ ആളെ കുറിച്ച് ഇപ്പൊ ചർച്ച ചെയ്യാനുള്ളൂ. ആ ആള് കുറച്ച് നാളുകൾ ഒരു 1.5 മാസത്തെ അസുഖം ആയതുകൊണ്ട് സ്വന്തം ചാനലിൽ റീൽസ് ഒക്കെ ഇട്ട് ഇങ്ങനെ പോവുകയായിരുന്നു. അപ്പൊ ആള് വിചാരിച്ചു, എന്നെ കുറിച്ച് ആരും ഇപ്പൊ ചർച്ചയൊന്നും ചെയ്യുന്നില്ലല്ലോ, ഒരു കാര്യം ചെയ്യാം, ഒരു ഇന്റർവ്യൂ അങ്ങ് കൊടുത്തേക്കാം. ആ ഇന്റർവ്യൂ കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ ഞാൻ ക്ലിക്കാവും, എല്ലാവരും എന്നെ കുറിച്ച് സംസാരിക്കണം, സോഷ്യൽ മീഡിയ മുഴുവൻ ഞാൻ ഇങ്ങനെ നിറഞ്ഞു നിൽക്കണം എന്നാലോചിച്ചപ്പോ എന്റെ വളർത്തുമകനെ കുറിച്ചാവാം ചർച്ച. അപ്പൊ എന്തായാലും സോഷ്യൽ മീഡിയയിൽ ഭയങ്കരമായിട്ട് ചർച്ചയാവും, റിയാക്ഷൻകാരെല്ലായിടത്ത് റിയാക്ട് ചെയ്യും, ഒരു വൻ സംഭവമാവും എന്ന് വിചാരിച്ച് ആ ആളൊരു ഇന്റർവ്യൂ കൊടുത്തു. എന്തായാലും വിചാരിച്ച കാര്യം സാധിച്ചു. ഇപ്പൊ സോഷ്യൽ മീഡിയ മുഴുവൻ ആ ആളെ കുറിച്ചാണ് ചർച്ച ചെയ്യുന്നത്. പക്ഷേ ആ ഇന്റർവ്യൂ എടുത്ത ചാനലിലെ ആ അവതാരിക ഒരു വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട്. നമുക്ക് ആ വീഡിയോ ഒന്ന് കാണാം, കണ്ടുകൊണ്ട് നമുക്ക് സംസാരിക്കാം. കഴിഞ്ഞ ദിവസം രേണു സുധിയുടെ ഒരു എക്സ്ക്ലൂസീവ് ഇന്റർവ്യൂ നമ്മുടെ ചാനലിൽ പബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന്റെ ഭാഗമായിട്ട് സോഷ്യൽ മീഡിയയിൽ ഒരുപാട് ആരോപണങ്ങളാണ് സോഷ്യൽ മീഡിയയിൽ വന്നുകൊണ്ടിരുന്നത്. രേണു സുധിക്കെതിരെയും നമ്മുടെ മൂവി വേൾഡ് മീഡിയ ചാനലിനെതിരെയും എനിക്കും എതിരെയായിട്ട് ഒരുപാട് സോഷ്യൽ മീഡിയ ക്യാമ്പയിനുകൾ നടക്കുന്നുണ്ട്. ക്യാമ്പയിൻ നടക്കുന്നുണ്ടെന്നോ? അങ്ങനെയൊക്കെ നടക്കുന്നുണ്ടോ? അല്ല, ഞാനൊന്ന് ചോദിച്ചോട്ടെ, നിങ്ങൾ ഇപ്പൊ എന്തിനാണ് ഇങ്ങനെ ഒരു ഇന്റർവ്യൂ എടുത്തത്? നിങ്ങളുടെ ചാനലിന്റെ റീച്ചിന് വേണ്ടിയിട്ട് അകത്തു നിന്ന് ഒരു വോയിസ് ക്ലിപ്പ് പുറത്തു വന്നിട്ടുണ്ട്. അപ്പോൾ ആ ഒരു വോയിസിനെതിരെയാണ് ആളുകൾ വീഡിയോ ചെയ്യുന്നത്. കാരണം അതിനകത്ത് ഞാൻ ആ വോയിസ് കേട്ടിരുന്നു. ആ വോയിസിൽ പറയുന്നത് നമ്മുടെ ഷെഫീന താത്തയുടെ വീഡിയോയിലാണ് ആ വോയിസ് വന്നേക്കുന്നത്. നമ്മുടെ പേര് പറയാലോ ഇനിയിപ്പം, രേണു ഇന്റർവ്യൂ കൊടുത്തേക്കുന്നത്, രേണു ഈ ചാനലുകാരെ അങ്ങോട്ട് വിളിച്ച് പറയുകയായിരുന്നു, എനിക്ക് എൻ്റെ ട്രീറ്റ്മെൻറ്റിനൊന്നും ഇപ്പം പൈസ ഇല്ല, അതുകൊണ്ട് നിങ്ങൾ വരണം, വന്ന് എൻ്റെ ഒരു ഇന്റർവ്യൂ എടുക്കണം എന്നൊക്കെയായിരുന്നു ആ ചാനലിലുള്ള ഒരാൾ ഷെഫീന താത്തയോട് പറഞ്ഞത്. ആ ഒരു വോയിസ് ഞാൻ കേട്ടിരുന്നു. പക്ഷെ ഞാനതെടുത്ത് റിയാക്ട് ഒന്നും ചെയ്തില്ല. പക്ഷെ ഞാനത് കേട്ടിരുന്നു. അങ്ങനെ ഒരു വോയിസ് ഉണ്ട്, അതൊരു സത്യമായിട്ടുള്ള കാര്യം തന്നെ. ആ വോയിസ് ഇവരുടെ ചാനലിലുള്ള ഒരാൾ തന്നെയല്ലേ പറയുന്നത്. അപ്പോഴും പിന്നെ ഇനി ഇവർ എന്താണ് ഒഫീഷ്യൽ ആയിട്ടുള്ള ഒരു ഇതാ പറയാൻ വരുന്നതെന്ന് പറഞ്ഞിട്ടൊക്കെ വരുന്നത്? എന്തായാലും അവർ പറയുന്നത് നമുക്ക് കേൾക്കാം. പറയുന്നത് ഇങ്ങനെയാണ്, ഇവിടുത്തെ സ്റ്റാഫ് പറയുന്നത് രേണു സുധി ഇങ്ങോട്ട് വിളിച്ചിട്ട് ഇന്റർവ്യൂ വേണം, ഞങ്ങൾക്ക് ചികിത്സയ്ക്കായിട്ട് പണം വേണം, അതുകൊണ്ട് നിങ്ങൾ ഇന്റർവ്യൂ എടുത്ത് തരണം എന്ന് പറഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് ആ ഒരു വോയിസിൽ കൂടെ പറയുന്നത്. പക്ഷേ രേണു സുധിയുടെ ഭാഗത്തു നിന്നും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ഒരു കാര്യം ഉണ്ടായിട്ടേ ഇല്ല. നമ്മൾ കുറെ നാളുകളായിട്ട് രേണു സുധിയുടെ അടുത്ത് നമ്മളിങ്ങനെ സംസാരിക്കുന്നുണ്ടായിരുന്നു ഇന്റർവ്യൂവിന്റെ കാര്യം. ആ ഒരു സമയത്ത് അവർക്ക് ഈ ട്രീറ്റ്മെന്റും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് അവർ ആദ്യം ഒന്നും ഓക്കെ അല്ലായിരുന്നു. പിന്നീടാണ് നമ്മൾ കൺവിൻസ് ചെയ്തിട്ടാണ്, ഏകദേശം ഒരു 1 മന്തോളം ഗ്യാപ്പ് എടുത്തിട്ടുണ്ട് ആ ഒരു കാര്യത്തിന് വേണ്ടി. അങ്ങനെയാണ് അവർ ആ ഇന്റർവ്യൂവിന് തയ്യാറാവുന്നതും നമ്മൾ ആ ഇന്റർവ്യൂ എടുക്കുന്നതും. അത് ഒരു ഓണം സെലിബ്രേഷനും കാര്യങ്ങളും ഒക്കെ ആയിട്ട് അവരുടെ വീട്ടുകാരോടൊക്കെ സംസാരിച്ചിട്ടാണ് നമ്മൾ. ഓണം സെലിബ്രേഷൻ ആയിട്ട് അത് സംബന്ധിച്ചോ? അല്ല, അതിനകത്ത് ഓണം സെലിബ്രേഷൻ്റെ ഒന്നും ഒന്നും കണ്ടില്ലല്ലോ. രേണു ഓണം കോസ്റ്റ്യൂമിലല്ലായിരുന്നു, അല്ലെങ്കിൽ അവരുടെ വീട്ടുകാരൊന്നും ഇല്ലായിരുന്നു, അത്തപ്പൂക്കളം ഉണ്ടായില്ല. നിങ്ങളും, അതായത് ഈ ഇന്റർവ്യൂ എടുത്ത നിങ്ങളും ഓണം ഡ്രസ്സിലൊന്നും അല്ലായിരുന്നു. ഒരു ഓണം ആഘോഷത്തിന്റെ ബാക്ക്ഗ്രൗണ്ടിലൊക്കെ ഉള്ള ഒരു ഇന്റർവ്യൂ ആയിരുന്നെന്ന് തോന്നിയോ? ഇല്ല, കയ്യിൽ നിന്ന് പോയി കുഞ്ഞേ, കയ്യിൽ നിന്ന് പോയി. അതൊരു ഓണാഘോഷത്തിന്റെ ഒരു ഇടയിലുള്ള ഒരു ഇന്റർവ്യൂ അതൊന്നും തോന്നിയതേ ഇല്ല. ഏതോ ഒരു പാവം പിടിച്ച കൊച്ച്. ഞാൻ സിൻസിയർ ആയിട്ട് അവിടെ ഒരു ഓണാഘോഷത്തിന്റെ വീഡിയോ ഒക്കെ എടുക്കാനും ഒരു ഇന്റർവ്യൂ കൂടെ കൂട്ടത്തി എടുക്കാനായിട്ട് ചെന്നതാണ്. ചെന്ന സമയത്ത് ഞാൻ ഇങ്ങനെ കോമൺ ആയിട്ടുള്ള ചോദ്യങ്ങളൊക്കെ ചോദിച്ചുള്ളൂ. ഞങ്ങൾ കോമൺ ആയിട്ടുള്ള രേണുവിന്റെ വളർത്തുമകനെ കുറിച്ചും ഭർത്താവിന്റെ വീട്ടുകാരെ കുറിച്ചും ഒക്കെ കോമൺ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞുള്ളൂ. അത് ഈ റിയാക്ഷൻ വീഡിയോക്കാരെ എടുത്ത് അങ്ങ് വല്ലാണ്ടാക്കി കളഞ്ഞു. ഇതല്ലേ പറയാൻ പറ്റേ, കേൾക്കാം. അത്രയും കൺവിൻസ്ഡ് ആക്കിയിട്ടാണ് നമ്മൾ ആ ഇന്റർവ്യൂ എടുക്കുന്നതും. ഇതൊരു പെയ്ഡ് ഇന്റർവ്യൂ തന്നെയായിരുന്നു. നമ്മൾ അവർക്ക് എന്താ പറയുക, അവർ ഏകദേശം ഒരു എമൗണ്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മൾ ആ ഒരു എമൗണ്ട് ഒക്കെ കൊടുത്തിട്ടാണ് നമ്മൾ ആ ഇന്റർവ്യൂ എടുക്കുന്നത്. ഞാൻ എടുത്തു പറയും. അതെ, അപ്പോൾ പെയ്ഡ് ഇന്റർവ്യൂ ആയിരുന്നു. നിങ്ങൾ ഒരു പൈസ കൊടുത്തിട്ടാണ് ആ ഇന്റർവ്യൂ എടുത്തതെന്ന് പറയുന്നുണ്ട്. നിങ്ങൾ മുടക്കിയ പൈസ നിങ്ങൾക്ക് തിരിച്ചു പിടിക്കണ്ടേ? അപ്പോൾ നിങ്ങൾ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ വായി വരുന്നതെല്ലാം അങ്ങ് ചോദിച്ചു. ആളുകൾ കേട്ട് കഴിഞ്ഞാൽ റിയാക്ട് ചെയ്യുമോ, റിയാക്ട് ചെയ്യില്ലേ, ആളുകളുടെ ഇടയിൽ ചർച്ചാ വിഷയം ആവേണ്ട ചോദ്യങ്ങളായിരിക്കണം ചോദിക്കേണ്ടത് എന്ന് നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടാവും. അങ്ങനെയുള്ള ചോദ്യങ്ങൾ നിങ്ങൾ ചോദിച്ചു, ഇന്റർവ്യൂ കണ്ടവരെടുത്ത് റിയാക്ട് ചെയ്തു. അതിനിപ്പോൾ ഇങ്ങനെ പറയേണ്ട കാര്യം എന്താ? അപ്പം നിങ്ങൾ മാന്യമായിട്ടുള്ള ചോദ്യങ്ങളൊക്കെ ചോദിച്ച് മാന്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇന്റർവ്യൂവിൽ പറഞ്ഞിരുന്നുണ്ടെങ്കിൽ ഒരു പ്രശ്നം വരില്ലായിരുന്നു. ഇന്റർവ്യൂ എടുക്കുന്നതും ഓക്കെ, നിങ്ങൾ പറഞ്ഞത് ശരിയായിട്ടുള്ള കാര്യമാണ്, പെയ്ഡ് ഇന്റർവ്യൂ ആണ്, അവർക്ക് പൈസയ്ക്ക് ആവശ്യമുണ്ട്. ഇപ്പോൾ അപ്പോൾ അവർക്ക് പൈസ കൊടുത്ത് ഇന്റർവ്യൂ എടുത്തു, അതിലൊന്നും ഒരു തെറ്റില്ല. പക്ഷെ ചോദിച്ച ചോദ്യങ്ങൾ അതനുസരിച്ചിട്ടുള്ള ചോദ്യങ്ങളായിരിക്കണ്ടായിരുന്നോ? ഇത് പെയ്ഡ് ഇന്റർവ്യൂ ആണ്. മാത്രമല്ല, ഇപ്പൊ രേണു സുധിക്കെതിരെ പ്രചരിക്കുന്ന ഈ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എനിക്ക് തോന്നുന്നു അവർക്കെതിരെയുള്ള ഇത്രയും ഹേറ്റേഴ്സ് ആണ് ഇത് ഇത്രയും വളച്ചൊടിച്ച് ഓരോ കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നതെന്ന് തോന്നുന്നു. കാരണം ഇത്രയും ഹേറ്റേഴ്സ്, അപ്പൊ അവർക്ക് ഇത്രയധികം ഹേറ്റേഴ്സ് ഉണ്ടെന്നറിയാം. അപ്പൊ നിങ്ങൾക്ക് ആദ്യമേ അറിയായിരുന്നു ഇവര് ചോദിക്കുന്ന ചോദ്യങ്ങൾ കേട്ട് കഴിഞ്ഞാൽ ഹേറ്റേഴ്സ് വളച്ചൊടുക്കി ഇത്രയും പ്രശ്നങ്ങൾ ആക്കുമെന്ന്. അപ്പൊ അങ്ങനെയുള്ള ക്വസ്റ്റ്യങ്ങൾ എന്തിനാണ് ചോദിച്ചത്? ഓൾറെഡി നിങ്ങൾക്കറിയാം രേണുവിന് ഒരുപാട് ഹേറ്റേഴ്സ് ഉണ്ടെന്ന്. അപ്പൊ പിന്നെ അതനുസരിച്ചിട്ട് വേണ്ടായിരുന്നു ഇന്റർവ്യൂവിന് ക്വസ്റ്റ്യൻ ഒക്കെ ചോദിക്കാൻ. ഈ ഒരു ഫുൾ വീഡിയോ കണ്ടിട്ടുള്ള ഒരാളും ഏതൊരാൾക്കും മനസ്സിലാവും അതിനകത്ത് എന്താണ് ആ ഒരു കണ്ടന്റ് പറയുന്നത് എന്നുള്ളത്. അപ്പൊ ആരും ഫുൾ വീഡിയോ കണ്ടിട്ടില്ല എന്നാണോ പറയുന്നത്? ഫുൾ വീഡിയോ കണ്ടിട്ടുള്ളത് കൊണ്ടല്ലേ എല്ലാവരും അതിനെക്കുറിച്ച് ഇങ്ങനെ എഗനിസ്റ്റ് ആയിട്ട് സംസാരിക്കുന്നത്? വേണ്ട,
റിയാക്ഷൻ വീഡിയോക്കാരെല്ലാം വിടും. നിങ്ങൾ ഈ വീഡിയോയുടെയൊക്കെ അടിയിൽ വരുന്ന കമൻസ് ഒന്ന് നോക്ക്. അത് നിങ്ങളുടെ ഈ ഒരു വീഡിയോയുടെ അടിയിലായാലും നിങ്ങൾ ഇന്റർവ്യൂ ഇട്ട വീഡിയോയുടെ അടിയിലായാലും വന്ന കമന്റ്സുകൾ നിങ്ങൾ നോക്കൂ. അപ്പൊ ഈ കമന്റ്സ് ഇട്ട ആൾക്കാർ ഫുൾ വീഡിയോ കണ്ടിട്ടായിരിക്കില്ലേ കമന്റ്സ് ഇട്ടത്? അപ്പൊ എന്തുകൊണ്ടാണ് ഫുൾ വീഡിയോ കണ്ട ആൾക്കാർക്ക് കാര്യങ്ങൾ മനസ്സിലാവുമെന്ന് പറഞ്ഞവർക്ക് എന്താണ് പിന്നെ മനസ്സിലാവാഞ്ഞത്? മുമ്പ് കിച്ചുവിനെതിരെ വീഡിയോ ചെയ്തിട്ടുണ്ടോ എന്നുള്ളതും എനിക്കറിയാൻ പാടില്ല. പക്ഷേ എനിക്ക് അവരെ കണ്ടിട്ട് മനസ്സിലായി എന്താണെന്ന് വെച്ചാൽ അവർ ആ ഒരു സമയത്ത് പറഞ്ഞത് അവരുടെ ഇമോഷനാണ്. പലപ്പോഴും ഞാൻ ചിന്തിച്ചിട്ടുണ്ട് രേണുസുതിക്ക് അവർക്ക് എന്താണ് ഇത്ര ഹേറ്റേഴ്സിന് കാരണം എന്നുള്ളത്. എനിക്ക് സംസാരിച്ചപ്പോൾ പേഴ്സണലി ഒരു മിനിറ്റ് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ട് രേണുസുതിക്ക് എന്താണ് ഇത്രയധികം ഹേറ്റേഴ്സ് എന്ന്. രേണുവിന് ഇത്രയധികം ഹേറ്റേഴ്സ് എന്താണെന്ന് അറിയണമെങ്കിൽ അവരുടെ പഴയ വീഡിയോകളൊക്കെ ഒന്ന് എടുത്ത് നോക്കിയാൽ മതി. അപ്പോഴും മനസ്സിലാവും എന്തുകൊണ്ടാണ് രേണുവിന് ഇത്രയധികം ഹേറ്റേഴ്സ് ഉണ്ടായിട്ടുള്ളതെന്ന്. കേട്ടോ, ഇപ്പോഴായാലും ശരി തന്നെ അവരുടെ ആ ഒരു സംസാരവും ആ ഒരു ലാംഗ്വേജിന്റെ ഇതും ഒക്കെ കൊണ്ടാണ് ഹേറ്റേഴ്സ് ഉണ്ടാവുന്നത്. മനസ്സിലായി എന്താന്ന് വെച്ചാൽ അവരുടെ ടോണാണ് പെട്ടെന്ന് ആളുകൾക്ക് പെട്ടെന്ന് പിടിക്കാതെ വന്നതെന്ന് തോന്നുന്നു. അവർ പറഞ്ഞൊരു കാര്യം, കിച്ചു അങ്ങനെ ചെയ്യണ്ടായിരുന്നു, കിച്ചുവിനെ ഞാൻ അങ്ങനെയൊക്കെ നോക്കിയതല്ലേ എന്നുള്ള ഒരു ടോണിൽ പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർക്ക് ഓക്കെ ആയിരിക്കും. എനിക്ക് തോന്നുന്നു അവരുടെ ഈ ടോണാണ് ആളുകൾക്ക്, ഈ ടോണും ഈ ഒരു അഹങ്കാരം പിടിച്ചുള്ള സംസാരമാണ് ഹേറ്റേഴ്സ് കൂട്ടാൻ കാരണം. അത് പഴയ വീഡിയോകളൊക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ സംഗതി മനസ്സിലാവും എന്താണ് ഹേറ്റേഴ്സ് കൂടാനുള്ള കാരണമെന്ന്. ഇപ്പൊ നിങ്ങൾക്ക് തന്നെ മനസ്സിലായല്ലോ രേണുവിന്റെ ഈ ടോണ് കൊണ്ടൊക്കെ ആയിരിക്കാം ഇത്രയും ഹേറ്റേഴ്സ് കൂടിയെന്ന്. കുറച്ചൊക്കെ അതൊക്കെ തന്നെയാണ്. പെട്ടെന്ന് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തതെന്ന് തോന്നുന്നു. പിന്നെ ക്യാൻസർ വന്നിരിക്കുന്ന ഒരു സ്ത്രീയാണ്, അവർ അത്രയും സഫർ ചെയ്യുന്ന ഒരു സ്ത്രീയാണ്. അപ്പോൾ മൊത്തത്തിൽ നമുക്ക് കാണുമ്പോഴേക്കും അത്രയും ഒരു ബുദ്ധിമുട്ട് അവരുടെ അടുത്ത് തോന്നും. കാരണം അവർ അത്രയും സഫർ ചെയ്യുകയാണ്, ഒറ്റയ്ക്കാണ് സഫർ ചെയ്യുന്നത്, വേറെ വരുമാന മാർഗങ്ങളില്ല. ഒറ്റയ്ക്ക് അവരെന്തിനാണ് സഫർ ചെയ്യുന്നത്? അവരുടെ അച്ഛന് സുഖമില്ല, വയ്യാന്ന് വെച്ചോളൂ. അവരുടെ ചേച്ചിയാണ് അവരെ നോക്കുന്നത്. അവർ ചേച്ചി കൂടെ ഉണ്ടെന്ന് പറയുന്നത്. ചേച്ചിയുണ്ട്, ചേട്ടനുണ്ട്, അവരുടെ അച്ഛനുണ്ട്, അമ്മയുണ്ട്, അവർക്കില്ലേ? പിന്നെ എന്തിനാണ് ഒറ്റയ്ക്ക് സഫർ ചെയ്യുന്നത്? ഭർത്താവല്ലേ ഉള്ളൂ ഇല്ലാത്തത്, ബാക്കിയുള്ള ആൾക്കാരെല്ലാം അവരുടെ കൂടെ ഇല്ലേ? എപ്പോഴും പറയുന്നുണ്ടല്ലോ എന്നെ സ്നേഹിക്കുന്ന എൻ്റെ വീട്ടുകാർ, എൻ്റെ ചേച്ചി എനിക്ക് കൊലുസ് മേടിച്ചു തന്നു, എൻ്റെ ചേച്ചി എന്നെ ചെട്ടി പൈസ കൂട്ടി വെച്ചിട്ട് എനിക്ക് കൊലുസ് മേടിച്ച് തന്നു എന്നൊക്കെ നേരത്തെയുള്ള വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പൊ അങ്ങനെയൊക്കെ ചേച്ചിയൊക്കെ ഇത്രയും സപ്പോർട്ടീവായിട്ട് നിൽക്കുമ്പോൾ എന്തിനാണ് രേണു ഒറ്റയ്ക്ക് കഷ്ടപ്പെടുന്നത്? അപ്പം നമ്മൾ ഈ ഒരു ഇന്റർവ്യൂ അവർക്കൊരു സഹായം കൂടി ആകും. പ്ലസ് അവർക്ക് ഒരു എന്താ പറയാ, അവർക്ക് പറയാനുള്ള കാര്യങ്ങൾ സംസാരിക്കുകയും ചെയ്യാം എന്നുള്ള രീതിയിലാണ് ഈ ഒരു ഇന്റർവ്യൂ എടുക്കുന്നത്. സത്യം പറയാനുള്ള കാര്യങ്ങൾ ഇപ്പോ കിച്ചുവിന്റെ വളർച്ച തുടങ്ങിക്കഴിഞ്ഞു. കിച്ചു വളരുന്നത് കണ്ടിട്ട് അവർക്ക് അങ്ങോട്ട് സഹായിക്കുന്നില്ല. ഞാനിത് എങ്ങനെ ഒന്ന് പറയും, ഞാൻ ആരോട് ഇതൊന്ന് പറയും എന്ന് വിചാരിച്ചപ്പോഴാണ് നിങ്ങൾ ഇന്റർവ്യൂ ആയിട്ട് ചെന്നത്. അത് നിങ്ങളോട് പറഞ്ഞു. സത്യമാണ്, അവർക്ക് പറയാനുള്ള കാര്യങ്ങൾ തന്നെയാണ് പറയുന്നത്. അത്രമാത്രം ദേഷ്യം അവരുടെ വളർത്തു മകനോട് അവർക്ക് പോണ്ട്. അതാണ് അവർ പറഞ്ഞത്. അവരുടെ പറച്ചിലിൽ നിന്ന്, അവരുടെ വർത്തമാനത്തിൽ നിന്ന് അത് നമുക്ക് എല്ലാവർക്കും മനസ്സിലായി. പിന്നെ ഈ ഒരു വോയിസിന്റെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് മൂവി വേൾഡ് മീഡിയ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറഞ്ഞ ചാനലിൽ ഒരുപാട് സ്റ്റാഫുകളുണ്ട്. അതായത് എനിക്ക് തോന്നുന്നു ഒരു 50-ലേറെ സ്റ്റാഫുകൾ ഉള്ള ഒരു ചാനലാണ് നമ്മുടെ ചാനൽ. അപ്പോൾ ഇതിനകത്തുനിന്ന് കുറെ നമ്പർ നമ്മൾ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ഈ ഏതെങ്കിലും ഒരു നമ്പറിൽ വിളിച്ചിട്ട് ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു എന്ന് വിചാരിച്ചിട്ട് ഇതാണ് സത്യം എന്ന് കരുതി കുറെ റിയാക്ഷൻ വീഡിയോസ് ചെയ്യുന്ന ആൾക്കാർക്കെതിരെ എനിക്കൊന്നും പറയാനില്ല. കാരണം എന്താ, അല്ല, നിങ്ങൾ പറഞ്ഞു 19 സ്റ്റാഫുകൾ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പൊ നിങ്ങളുടെ അവിടെ നടക്കുന്ന കാര്യങ്ങളായിരിക്കില്ലേ ഈ സ്റ്റാഫിൽ ആരെങ്കിലും ഒരാൾ പറഞ്ഞിട്ടുണ്ടാവുക. അപ്പൊ നിങ്ങൾ ആരാന്ന് വെച്ച് കഴിഞ്ഞാൽ അവരെ കണ്ടെത്തിയിട്ട് അത് കള്ളമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അവരുടെ നേരെ ആക്ഷൻ എടുക്കൂ. അല്ലാതെ ഇങ്ങനെ വന്നിരുന്ന് ഇങ്ങനെ പറയുകയൊന്നും അല്ലല്ലോ വേണ്ടുന്നത്. എന്തായാലും നിങ്ങൾ പറഞ്ഞതും നിങ്ങൾ ഇന്റർവ്യൂ എടുത്തതും നിങ്ങൾ ചോദിച്ചതും കാര്യങ്ങളെല്ലാം ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ കിടപ്പുണ്ട്. അപ്പൊ ഇങ്ങനൊരു വോയിസ് പുറത്ത് വന്നു എന്നുണ്ടെങ്കിൽ ഒരുപാട് സ്റ്റാഫ്, 50 സ്റ്റാഫല്ലേ ഉള്ളൂ. അപ്പൊ നിങ്ങൾക്ക് കണ്ടുപിടിക്കാവുന്നതല്ലേ ഉള്ളൂ ആരാണ് ഇങ്ങനെ പറഞ്ഞതെന്ന്. അപ്പൊ അവരെ കണ്ടെത്തും, നിങ്ങൾ കണ്ടെത്തിയിട്ട് അതിനുള്ള ആക്ഷൻ എടുക്കും നിങ്ങൾ. അപ്പൊ ആരായാലും നിങ്ങളുടെ സ്റ്റാഫ് തന്നെ ആയിരിക്കുമോ പറഞ്ഞത്. എന്തെങ്കിലുമൊക്കെ അതിൽ സത്യം ഉണ്ടായിരിക്കുമല്ലോ. പിന്നല്ല നിങ്ങളുടെ സ്റ്റാഫ് വെറുതെ ഒന്നും അങ്ങനെ പറയത്തില്ലല്ലോ. എന്ന് വെച്ചാൽ ഇതാണ് സത്യം എന്നുള്ള രീതിയിലാണ്. പിന്നെ ആൾക്കാരൊക്കെ തീരുമാനിക്കുകയാണ്, രേണുസുതി വിളിച്ച് അവരുടെ അടുത്ത് പറയാണ് എനിക്ക് ചികിത്സയ്ക്കായിട്ട് പണം വേണം, ഇന്റർവ്യൂ നിങ്ങൾ എടുക്കണം എന്നുള്ള രീതിയിൽ പറഞ്ഞ് ഇന്റർവ്യൂ എടുപ്പിക്കുന്നതാണ് എന്നുള്ള രീതിയിലേക്കൊക്കെ പറയുന്നത്. എനിക്കറിയില്ല ആൾക്കാർക്ക് എന്താണ് ഇത്ര എന്താ പറയാ വിഷമം അതിലെന്നുള്ളത് എനിക്ക് മനസ്സിലാവുന്നില്ല. അവർ എങ്ങനെയെങ്കിലും ജീവിച്ച് പൊക്കോട്ടെ, നമ്മൾ എന്തിനാണ് അതിനകത്ത് തലയിടാൻ അവരെങ്ങനെയെങ്കിലും അങ്ങ് ജീവിച്ച് പൊക്കോട്ടെ എന്നുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾ എന്തിനാണ് പോയി ഇന്റർവ്യൂ എടുത്തത്? നിങ്ങളുടെ ഒരു ചാനലാണ്, നിങ്ങളുടെ ചാനലിനും റീച്ച് കൂട്ടാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ പോയി ഇന്റർവ്യൂ എടുത്തത്. അവരെങ്ങനെയെങ്കിലും ജീവിച്ച് പൊക്കോട്ടെ എന്നാണ് നിങ്ങൾ പറയുന്നത്. പിന്നെ നിങ്ങൾ എന്തിനു പോയി അവരുടെ ഇന്റർവ്യൂ എടുത്ത് നിങ്ങളുടെ ചാനലിൽ അവരെക്കുറിച്ച് സംസാരിക്കുന്നു, അവരെക്കുറിച്ച് ഇന്റർവ്യൂ എടുത്ത് ഇടുന്നു, അവരുടെ ഇന്റർവ്യൂ എന്തിനെടുക്കുന്നു? അപ്പോൾ നിങ്ങളുടെ ചാനലിന് റീച്ചിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് പോയി ചെയ്യാം. നിങ്ങളിട്ട ഇന്റർവ്യൂ കണ്ടിട്ട് വേറെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അത് തെറ്റ്. അവരെങ്ങനെയെങ്കിലും ജീവിച്ചു പൊക്കോട്ടെ എന്നായി. അത് നിങ്ങൾക്കൊന്ന് വിചാരിച്ചാൽ പോരായിരുന്നോ? അങ്ങനെയെങ്കിലും അവരെങ്ങ് ജീവിച്ചു പോട്ടെ എന്ന്. അവരുടെ കുടുംബകാര്യത്തിലൊന്നും ഇടപെടാൻ പോകണ്ട. അവര് എന്താ പറയാ, അവര് പബ്ലിക് ആയിട്ടുള്ള ഒരു ഫിഗറാണ്. അവർ അത്രയും അല്ല, നിങ്ങൾ പറയുന്നു അവരുടെ കുടുംബകാര്യത്തിലൊന്നും ഇടപെടാൻ പോകണ്ടാന്ന്. പിന്നെ നിങ്ങൾ എന്തിനാ പോയത് അവരുടെ കുടുംബകാര്യത്തിൽ ഇടപെടാൻ? നിങ്ങൾ അവരുടെ കുഞ്ഞമ്മയുടെ മോളൊന്നും അല്ലല്ലോ, അല്ലെങ്കിൽ അവരുടെ ചാനലൊന്നും അല്ലല്ലോ നിങ്ങൾ നടത്തിക്കൊണ്ട് പോകുന്നത്. അപ്പൊ പിന്നെ എന്തിനാണ് നിങ്ങൾ അവരുടെ കുടുംബകാര്യത്തിൽ പോയി ഇടപെട്ടത്? റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നവർ പറഞ്ഞു കഴിഞ്ഞാൽ അവരെ ജീവിക്കാൻ അനുവദിക്കൂ. അവരുടെ കുടുംബകാര്യത്തിൽ എന്തിനാ നിങ്ങൾ ഇടപെടുന്നു? നിങ്ങൾ ചെയ്തതും അത് തന്നെ അല്ലേ? നിങ്ങൾ എന്തിനു ചെയ്തു പിന്നത്?
അതല്ലേ ഞങ്ങൾ ചെയ്തോളൂ. അപ്പൊ പിന്നെ നിങ്ങൾ എന്തിനാണ് പറയുന്നത് അങ്ങനെ? അതിന് ശേഷം അത്ര ലൈറ്റിൽ വന്നിട്ടുള്ള ഒരു ലേഡിയാണ്. അവരുടെ ജീവിതം നമ്മൾ എന്താ പറയാ റിയാക്ഷൻ വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്യാം, പക്ഷെ അതിനകത്തൊരു പരിധി ഉണ്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഞാൻ അതിനകത്തൊരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ പക്ഷേ പരിധി വിട്ടിട്ടുള്ള റിയാക്ഷൻ വീഡിയോസ് ഒന്നും ചെയ്യാറില്ല. ഞാൻ നിങ്ങളുടെ വീഡിയോയിൽ അല്ലെങ്കിൽ രേണു പറഞ്ഞതിനുള്ള മറുപടി പറഞ്ഞോളൂ. ഞാൻ എപ്പോഴും സംസാരിക്കുമ്പോഴും അവരുടെ ആ ഒരു അസുഖവും അവരുടെ ആ ഒരു അവസ്ഥയും സിറ്റുവേഷനും മനസ്സിലാക്കി അല്ലെങ്കിൽ കൺസിഡർ ചെയ്തിട്ടാണ് സംസാരിക്കുന്നത്. ഞാൻ അവരെ ചീത്ത പറയാറോ അല്ലെങ്കിൽ അങ്ങനെ വെറുപ്പോടുകൂടി സംസാരിക്കാറോ അങ്ങനെ അവരോട് അങ്ങനെ ഒരു വൃത്തികെട്ട ഭാഷയൊന്നും ഞാൻ ഇതുവരെയ്ക്കും അവരോട് ഉപയോഗിച്ചിട്ടുമില്ല. അവർ പറഞ്ഞ കാര്യങ്ങളിൽ എൻ്റെ അഭിപ്രായം ഞാൻ പറയുന്നു, അത്രയേ ഉള്ളൂ. അല്ലാതെ ഞാൻ അങ്ങനെയൊന്നും മോശമായിട്ടൊന്നും സംസാരിച്ചിട്ടേ ഇല്ല എൻ്റെ ചാനലിൽ. ഇഷ്യൂവിന്റെ ഒരു കാര്യത്തിനകത്ത് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അത് നമ്മൾ ചോദിച്ചത് നമ്മുടെ ഭാഗത്ത് നിന്ന് വന്നിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ അല്ല. ആക്ച്വലി എന്താണ് അവിടെ സംഭവിച്ചതെന്ന് വെച്ചാൽ ഒരു ബ്ലോഗർ ഉണ്ട്. ഇപ്പോഴും ഞാൻ പേര് പറയുന്നില്ല, കാരണം എന്താണെന്ന് വെച്ചാൽ ആ പേര് പറഞ്ഞതുകൊണ്ട് നാളെ ഇതൊരു വിവാദം ആവണ്ട എന്ന്. ഓക്കെ, ഒരു മിനിറ്റ്. പേര് പറയുന്നില്ല, പേര് പറയുന്നത് കൊണ്ട് നാളെ ഒരു വിവാദം ആവണ്ട എന്ന്. ഇവരുടെ ഈ വീഡിയോയുടെ തംബ്നെയിലായാലും അന്നേരം അവരിങ്ങനെ ഫോണിൽ ഈ ഇന്റർവ്യൂ സമയത്ത് ആ ഫോണിൽ ഇങ്ങനെ കാണിക്കുന്നുണ്ട്, ആ ആളുടെ വീഡിയോ തംബ്നെയിൽ കാണിക്കുന്നുണ്ട്, അതിനകത്തും ഒക്കെ ഈ വ്ളോഗറെ കാണിക്കുന്നുണ്ട്. അപ്പൊ പേര് പറഞ്ഞാൽ പ്രശ്നമാവും, പക്ഷേ ഫോട്ടോ കാണിക്കാം, പ്രശ്നമാവില്ല വിചാരിച്ചിട്ടാണ് ആ ഒരു വ്ളോഗർ ആ ഒരു വീഡിയോ ചെയ്യുന്നതിന്റെ തംബ്നെയിലാണ് ഞാൻ അതിനകത്ത് വളരെ വ്യക്തമായിട്ട് കാണിക്കുന്നുണ്ട്. ഇതാണ് ആ തംബ്നെയിൽ എന്ന് പറഞ്ഞിട്ടാണ് ഞാനത് കാണിക്കുന്നത്. ഈ വീഡിയോയിൽ ഞാനത് ഇടാം. അപ്പൊ ആ വീഡിയോ ആ തംബ്നെയിൽ ഞാൻ കാണിച്ചിട്ടാണ് ആ വീഡിയോ ആ ക്വസ്റ്റ്യൻ ആയിട്ട് ഞാൻ ചോദിക്കുന്നത്. ഇങ്ങനെയാണോ ചേച്ചി എന്നുള്ളത് ഞാൻ ചോദിക്കുന്നത്. അതിനെ കുറിച്ച് എന്താണ് അവർക്ക് പറയാനുള്ളത് എന്നാണ് ഞാൻ ചോദിക്കുന്നത്. ഇത് വിത്ത് പെർമിഷൻ ഇതൊരു റെക്കോർഡഡ് വീഡിയോ ആണ്. നമുക്കെല്ലാം അപ്പൊ ഇവര് തന്നെ പറയുന്നുണ്ട് രേണുവിന്റെ പെർമിഷനോട് കൂടി തന്നെയാണ് അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചത് എന്ന്, അല്ലേ? ഇതൊക്കെ ഞങ്ങളൊക്കെ പറയുന്നുള്ളൂ. നിങ്ങൾ പറയുന്നുണ്ട് ഞാൻ ഉണ്ടാക്കി ചോദിച്ചോ അല്ലെങ്കിൽ ഞങ്ങളുടെ ചാനലിലെ ക്വസ്റ്റ്യൻസോ അല്ലെങ്കിൽ ഞാൻ ചോദിക്കുന്നോ ഒന്നും അല്ല. എന്നാലും സ്വന്തം വളർത്തുമകനായാലും ശരി, ഒരു സ്ത്രീയുടെ മുഖത്ത് നോക്കി ആ സ്ത്രീ അവരുടെ മകനെ കണക്ക് കൊണ്ട് നടന്ന് മകനായിട്ട് ഇപ്പോഴും കാണുന്നു എന്ന് അവർ പറയുന്നുണ്ട്. ആ ഒരു മകന്റെ കാര്യം അവരുടെ മുഖത്ത് നോക്കി ചോദിക്കാൻ കാണിച്ച ഒരു ധൈര്യം അപാരം തന്നെ. ഇതേ പറയുന്നുള്ളൂ ഞങ്ങൾ. ഇപ്പൊ പറയുന്നു നിങ്ങൾ ചോദിച്ച ചോദ്യമല്ല, ആ തംബ്നെയിലിൽ അത് കണ്ടിട്ടാണ്. ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ എന്തെല്ലാം ന്യൂസുകൾ വരുന്നുണ്ട്, എന്തെല്ലാം കാര്യങ്ങൾ വരുന്നുണ്ട്. ആ ഒരു കാര്യം ആ ഒരു വ്യക്തിയുടെ മുഖത്ത് നോക്കി ചോദിക്കാൻ കാണിച്ച ധൈര്യമാണ്. സൂപ്പർ. ആർക്കറിയാം, ഇത് നേരത്തെ നമ്മൾ റെക്കോർഡ് ചെയ്ത് വെച്ചിട്ട് പിന്നീടാണ് നമ്മളിത് പബ്ലിഷ് ചെയ്യുന്നത്. ചിലപ്പോൾ ഒരു 2 ദിവസം ഗ്യാപ്പ് ഒക്കെ ഉണ്ടാവുമായിരിക്കും. നമ്മൾ ഈ റെക്കോർഡഡ് വീഡിയോ നമ്മൾ എടുക്കുമ്പോൾ അവർക്ക് പറയാനുള്ള പൂർണ്ണമായിട്ടുള്ള ഒരു സ്വാതന്ത്ര്യമുണ്ട്. നമുക്ക് ഇത് ഇടണ്ട എന്ന് പറയാനുള്ള ഒരു പൂർണ്ണമായിട്ടുള്ള ഒരു സ്വാതന്ത്ര്യമുണ്ട്. ഇത് ആളുകൾ ഇങ്ങനെയൊക്കെ വീഡിയോ അതാണ് ഇങ്ങനെ ഒരു കാര്യം ചോദിച്ചപ്പോൾ രേണു പറയണമായിരുന്നു ഈ ഒരു കാര്യം ചോദിക്കേണ്ട, ഇങ്ങനെ ഒരു ചോദ്യം ചോദിക്കുന്നത് ശരിയല്ല. ഞാൻ എത്രയായാലും എൻ്റെ കൂടെ കിച്ചു എന്ത് പറഞ്ഞാലും എന്ത് കാണിച്ചാലും ഞാൻ ഇപ്പോഴും അവനെ എൻ്റെ മകനായിട്ടാണ് ഞാൻ കാണുന്നത്. അപ്പോൾ ഒരു മകന്റെ കാര്യം നിങ്ങൾ ചോദിച്ചതേ തെറ്റാണ്. അപ്പൊ നിങ്ങൾ ചോദിച്ചത് ചോദിച്ചു. ഇങ്ങനെ ഒരു വീഡിയോ എന്തായാലും നിങ്ങൾ പബ്ലിക്കിൽ ഇടണ്ട. ഈ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുന്നതായിട്ടും ഉള്ള കാര്യങ്ങൾ നിങ്ങൾ പബ്ലിക്കിലേക്ക് ഇടണ്ട എന്ന് രേണുവിന് പറയാമായിരുന്നു. അപ്പൊ രേണു ചിരിച്ചുകൊണ്ടിരുന്നത് മാത്രമേ ഉള്ളൂ. നിങ്ങൾ ചോദിച്ചു. അപ്പൊ നിങ്ങളുടെ രണ്ടുപേരുടെ കയ്യിലും തെറ്റുണ്ട്. അതാണ് ഞങ്ങളൊക്കെ പറയുന്നത്. അല്ലാതെ അവരെ ജീവിക്കാൻ അനുവദിക്കാതെയും അവരെ വെറുതെ വിട്ടൂടെ എന്ന് പറയുന്ന ആൾക്കാരോട് അവരെ വെറുതെ വിട്ടുകൂടെയും ജീവിക്കാൻ അനുവദിച്ചിടുന്ന വെച്ചാൽ എന്തിനാണ് ഇവർ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം സോഷ്യൽ മീഡിയയിൽ കൊണ്ടിടുന്നത്? അവർക്ക് ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ കാണുന്ന കേൾക്കുന്ന ആൾക്കാർ ചോദിക്കും. സോഷ്യൽ മീഡിയ ആണിത്, ആലോചിക്കണം. സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ ഒരു കാര്യം വീണ് കഴിഞ്ഞാൽ ആളുകൾ പ്രതികരിക്കും, ചോദ്യം വരും എന്നൊരു ഓർമ്മ അല്ലെങ്കിൽ അങ്ങനെ ഒരു വിചാരം ചോദിച്ച ആൾക്കും കേട്ട ആൾക്കും ഉണ്ടാവണമായിരുന്നു. അതില്ലാതെ ചോദിച്ച ആള് വളരെ ലാഘവത്തോടെ ചോദിച്ചു, എന്നിട്ട് അതിനൊരു എക്സ്പ്ലനേഷനുമായിട്ട് പിന്നെയും വരുന്നു, ചോദ്യം കേട്ട ആളും ചിരിച്ചോണ്ടിരിക്കുന്നു. അപ്പം ആളുകൾ തിരിഞ്ഞ് ചോദിക്കും. അതിന് പിന്നെ നിങ്ങൾ ജീവിക്കാൻ അനുവദിക്കണം, വെറുതെ വിടൂ, അവർക്ക് അസുഖമല്ലേ, അസുഖം എന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെയാണ് സോഷ്യൽ മീഡിയയിൽ വന്ന് പറയുന്നത്. സോഷ്യൽ മീഡിയയിൽ വരുന്നതും കേൾക്കുന്ന കാര്യങ്ങൾ ജനങ്ങൾ റിയാക്ട് ചെയ്യും, ഇല്ലേ? അപ്പൊ അതനുസരിച്ചിട്ടുള്ള ചോദ്യങ്ങളും ഉത്തരങ്ങളും ആയിരിക്കണമായിരുന്നു വരേണ്ടത്. ചെയ്യുമ്പോഴും തംബ്നെയിൽസ് ഇടുമ്പോഴും അവർക്ക് എന്താ ചിന്തിക്കാത്തതെന്നുള്ളത് എനിക്ക് മനസ്സിലായിട്ടില്ല. ഇപ്പൊ ആളുകൾ ഇങ്ങനെ റിയാക്ഷൻ വീഡിയോസ് ഇടുമ്പോൾ അവർക്ക് പറയാനുള്ളത് പറയുന്നുണ്ട്. എല്ലാത്തിനും അല്ല, നിങ്ങൾ ഇപ്പൊ പറയുന്നു അവർക്ക് റിയാക്ഷൻ വീഡിയോക്കാരെ ഇടുന്നതിന്റെ ആൻസർ അവരുടെ ചാനലിലൂടെ മറുപടി കൊടുക്കുന്നുണ്ടല്ലോ, അല്ലെങ്കിൽ അവർ തന്നെ മറുപടി കൊടുക്കുന്നുണ്ടല്ലോ. അത് നിങ്ങളുടെ ഒരു ചാനൽ മുഖേന മറുപടി കൊടുക്കണം. എന്തേ അവർക്ക് ചാനലില്ലേ? അല്ല, അവർ പറയുന്നുണ്ടല്ലോ, അവർ നന്നായിട്ട് അവർ മറുപടി കൊടുക്കുന്നുണ്ട്. അവർക്കെതിരെ സംസാരിക്കുന്ന ആൾക്കാരോടൊക്കെ എല്ലാം അവർ നന്നായിട്ട് മറുപടി കൊടുക്കുന്നുണ്ട്. കേസ് കൊടുത്തതും ഒക്കെ അവർ അതുകൊണ്ടല്ലേ. അത് നിങ്ങളുടെ ചാനൽ മുഖേന തന്നെ വേണമെന്നില്ലല്ലോ. അപ്പൊ നിങ്ങളുടെ ചാനലുകാർ ചെയ്ത ഒരു കാര്യത്തിന് ചോദ്യം വന്നു, അതിന് ഇങ്ങനെ കിടന്ന് ഉരുണ്ട് പരണ്ട് ഇങ്ങനെ മറുപടി പറയുവാണ്. പോയിന്റ് ചെയ്ത് അവർക്ക് രേണുസുധിക്ക് ഇത് വന്നിട്ട് റിയാക്ട് ചെയ്യാൻ പറ്റും? ഇല്ല. അപ്പൊ നമ്മൾ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചപ്പോൾ അവർ അതിന് ആൻസർ പറഞ്ഞു. അത് എല്ലാവർക്കും പറയാനുള്ളത് പോലെ അവരും പറഞ്ഞു. പോയിന്റ് ചെയ്ത് തന്നെയാണ് അവർ മറുപടി കൊടുക്കുന്നതും മറുപടി പറയുന്നതും. അത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യം തന്നെയാണ്. അപ്പൊ നിങ്ങളുടെ ഒരു ചാനലിലൂടെ അവർക്ക് മറുപടി പറയേണ്ട ആവശ്യമുണ്ടോ? അതുണ്ടെന്ന് തോന്നുന്നില്ല. അത് അവരുടെ രീതിയിലാണ് പറഞ്ഞത്. അതാണ് നിങ്ങൾക്ക് കുഴപ്പമായത് എങ്കിൽ അത് എനിക്കൊന്നും പറയാനില്ല. പിന്നെ ഞാൻ ചോദിച്ച ക്വസ്റ്റ്യൻ
അവരുടെ അടുത്ത് ഈ ഒരു കാര്യം കിച്ചുവിനെയും രേണു ചേച്ചിനെയും പറ്റി ഇങ്ങനെ പറഞ്ഞത് അത് ആ ഒരു ബ്ലോഗർ ചെയ്തിട്ടുള്ള ആ തമ്മനയിൽ വെച്ചിട്ട് ഞാൻ ചോദിച്ചിട്ടുള്ള ഒരു കാര്യമാണ്. അതിനും ഇത്ര എന്താ പറയാ ബുള്ളിങ് അനുഭവിക്കേണ്ട കാര്യം ഉണ്ടോ എന്നുള്ളതും എനിക്ക് അറിയില്ല. അതിന് ഞാൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല. ഒരു ബ്ലോഗർ ഒരു തമ്മനയിൽ ഇട്ടു, ആ തമ്മനയിൽ എടുത്ത് ഞാൻ ചോദിച്ചു. അത് അവരുടെ മുഖത്ത് നോക്കി ചോദിച്ചാൽ അത് എന്റെ ധൈര്യം. അല്ലാതെ ഇത്രയും നിങ്ങളുടെയൊക്കെ വായിരിക്കുന്ന കേൾക്കേണ്ട ആവശ്യമുണ്ടോ അതൊന്നും എനിക്ക് തോന്നുന്നില്ല. അല്ലാതെ ഞാൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല. അത് അവർ ചോദിച്ചു. തമ്മനയിൽ ഇട്ട ആളിന്റെ കുഴപ്പമല്ലേ, ആ ബ്ലോഗറുടെ കുഴപ്പമില്ല. എന്തിനാ ആ ബ്ലോഗർ ഇട്ട? ഞാൻ ആ ബ്ലോഗറുടെ പേരൊന്നും പറയുന്നില്ല, വേണമെങ്കിൽ ഫോട്ടോ കാണിച്ചു തരാം. ഈ വോയിസ് ക്ലിപ്പിന്റെ കാര്യം ഞാൻ വളരെ വ്യക്തമായിട്ട് ഇപ്പോഴും ഞാൻ പറയുന്നു. എന്താ പറയാ, രേണു സുധി അങ്ങോട്ടേക്ക് എനിക്ക് വീഡിയോ ചെയ്യണം, എനിക്ക് ചികിത്സയ്ക്ക് പൈസ ഇല്ല, നിങ്ങൾ സഹായിക്കൂ എന്നുള്ളത് ഇൻ കേസ് ആ വീഡിയോയിലെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കാണിച്ചു തരുമോ, നിങ്ങൾ സഹായിക്കണം. അങ്ങനെയാണെങ്കിൽ അവർക്ക് ആ വീഡിയോയിൽ വന്ന് പറഞ്ഞപ്പോൾ എത്രയോ ലക്ഷക്കണക്കിന് ആൾക്കാർ കാണുന്ന ഒരു വീഡിയോ ആണ്. അതിനകത്ത് അവർക്ക് വന്നിട്ട് എനിക്ക് ഇന്ന രീതിയിൽ ഡൊണേഷൻ ചെയ്യണം എന്നുള്ളത് അവർക്കൊന്ന് പറഞ്ഞിട്ട് അതും അവർ പറഞ്ഞിട്ടില്ല. അവർക്ക് അവരുടേതായിട്ടുള്ള ആരും അല്ല, അവരങ്ങനെ പറയൂ? അതെന്തോ ഒരു പറച്ചിലാണ് പറയുന്നത്. അവരങ്ങനെ പറയൂ? അവരങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അടുത്തത് അവർക്കെതിരെ അതായിരിക്കും വരുന്നത്. നിങ്ങളുടെ ചാനലിലൂടെ അവർ പൈസ ചോദിച്ചു എന്നുള്ളത്. അതുകൊണ്ട് ആൾക്കാർ അങ്ങനെ റിയാക്ട് ചെയ്യുന്നുള്ള ഒരു ഇതുകൊണ്ട് അത് നിങ്ങളുടെ ചാനലിലൂടെ ആയാലും അവർ സ്വന്തമായിട്ടായാലും ചോദിക്കൂ ഇല്ല. ഒളിഞ്ഞും മറിഞ്ഞുമല്ലേ സഹായിക്കണം സഹായിക്കണം എന്ന് അവർ പറയത്തുള്ളൂ. ഡയറക്റ്റ് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്കറിയാം അതിന്റെ പേരിൽ അവർക്ക് നല്ലത് കേൾക്കുന്നു. ഇതിലൊക്കെ എന്തെങ്കിലും കൊടുക്കുന്നുണ്ടെങ്കിൽ അവർ ആ ഒരു എമൗണ്ട് വെച്ചിട്ട് അവർ പോകുന്നുള്ളൂ. അല്ലെങ്കിൽ അവർ സമ്പാദിച്ചിട്ടുള്ള പൈസ ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് മാത്രമേ അവർ ട്രീറ്റ്മെന്റ് ചെയ്യുന്നുള്ളൂ. ഇല്ലാതെ അവർ ഈ ഇന്റർവ്യൂ ചെയ്യാനായിട്ട് എനിക്ക് ഇന്റർവ്യൂ ചെയ്യണം, നിങ്ങൾ ഈ ഇന്റർവ്യൂ ചെയ്യണം, അതുകൊണ്ട് നിങ്ങൾക്ക് ഈ പൈസ ഞങ്ങൾക്ക് കിട്ടിയിട്ട് വേണം എനിക്ക് ആ ട്രീറ്റ്മെന്റ് ചെയ്യാൻ, അതുകൊണ്ട് നിങ്ങൾ മസ്റ്റ് ആയിട്ട് ഈ ഇന്റർവ്യൂ ചെയ്യണം എന്ന് പറഞ്ഞിട്ട് രേണുസുധി എന്തിന് ഞങ്ങളെ സമീപിക്കണം? ശരിക്കും പറഞ്ഞാൽ സോഷ്യൽ മീഡിയയിൽ രേണുസുധിന്റെ കണ്ടന്റ് ആവശ്യം ഓരോ ചാനലുകാർക്കാണ്. അതുകൊണ്ടാണ് ഈ റിയാക്ഷൻ വീഡിയോസ് ഒരുപാട് വരുന്നത്. അല്ല, അതിന്റെ ഇടയ്ക്ക് ഞാനൊന്ന് ചോദിച്ചോട്ടെ, നിങ്ങൾ പിന്നെ എന്തിനാണ് ഇന്റർവ്യൂവിനായിട്ട് അങ്ങോട്ട് പോയത്? നിങ്ങളുടെ ചാനലിനും രേണു സുധിയുടെ ഒരു കണ്ടന്റ് ആവശ്യമാണ്, അതുകൊണ്ടല്ലേ നിങ്ങൾ പോയത്. അതിന് പിന്നെ മറ്റുള്ളവരെ റിയാക്ഷൻ വീഡിയോക്കാരെ മാത്രം എന്തിനാ പറയുന്നത്? നിങ്ങളും അതേ ഉദ്ദേശത്തോടു കൂടി തന്നെയല്ലേ പോയത്. നിങ്ങൾക്കും രേണുവിന്റെ ഒരു കണ്ടന്റ് വേണം അല്ലേ? എന്തുകൊണ്ടാണ് രേണു സുധി ഒരു കണ്ടന്റ് ആവുന്നത് നിങ്ങൾക്ക് ചിന്തിച്ചു നോക്കിയാൽ മനസ്സിലാവും. അവർക്ക് ഇപ്പോഴും എന്താ പറയാ ഒരു ഡിമാൻഡ് ഉണ്ട്. അവർക്ക് ഇപ്പോഴും ആ ഒരു ഡിമാൻഡ് അതുകൊണ്ടല്ലേ 2-3 മാസം കാത്തിരുന്നിട്ട് നിങ്ങളും പോയി ഇന്റർവ്യൂ എടുത്തത്. അവർക്ക് ആ ഒരു ഡിമാൻഡ് ഉള്ളത് കൊണ്ട്. പിന്നെ നിങ്ങൾ ആരോടാ ഈ പറയുന്നത്? നിങ്ങളും ചെയ്തതും അത് തന്നെയാണ്. പിന്നെ ഈ റിയാക്ഷൻ വീഡിയോക്കാരെ എന്തിനാണ് ഇങ്ങനെ പറയുന്നത്? നിങ്ങളും രേണുവിന് ഡിമാൻഡ് ഉണ്ട്, രേണുവിന്റെ വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ റീച്ച് ആവും എന്നുള്ള കാര്യം നിങ്ങൾക്കും അറിയാം. അതുകൊണ്ടാണ് നിങ്ങൾ പോയി ഇന്റർവ്യൂ എടുത്തത്. അപ്പൊ നിങ്ങളുടെ ഉദ്ദേശം അത് തന്നെയാണ്, നമ്മുടെ ഉദ്ദേശം അത് തന്നെയാണ്. പിന്നെ നിങ്ങൾ അങ്ങ് അതുകൊണ്ടങ്ങ് നല്ലതാക്കിയൊന്നും പറയണ്ട. അതുകൊണ്ട് മാത്രമാണ് ഇങ്ങനത്തെ ഓരോ റിയാക്ഷൻ വീഡിയോസ് ഓരോ ദിവസവും ഇങ്ങനെ വരുന്നത്. അവര് ഇപ്പൊ ഞങ്ങൾ അതിനകത്ത് തമാശയ്ക്ക് സംസാരിച്ചിട്ടുണ്ടായിരുന്നു, രേണുസുധി ബാത്റൂമിൽ പോയാൽ വരെ കണ്ടന്റ് ആക്കുന്ന ആൾക്കാർ അതിനകത്ത് ഉണ്ട് എന്നുള്ളത്. അതൊരു അതിശോക്തി പറഞ്ഞതാണ്. അതും അതിശോക്തി സത്യമാണ് കേട്ടോ. അവരുടെ നേരത്തെയുള്ള വീഡിയോകളിലുണ്ട്, നീ ക്യാമറ ഒന്ന് മാറ്റി വെക്കുക, ഞാൻ ഒന്ന് ബാത്റൂമിൽ പോയിട്ട് വരട്ടെ. ബാത്റൂമിൽ പോകുമ്പോൾ പോലും ക്യാമറയും കൊണ്ട് കുറേ പോകുന്ന വീഡിയോകൾ ഉണ്ടായിട്ടുണ്ട് അവരുടെ പഴയ വീഡിയോയിലൊക്കെ, റീൽസിലൊക്കെ. അതുകൊണ്ടാണ് ആൾക്കാർ അങ്ങനെ പറയുന്നത്. വെച്ച് അത് ഞാൻ കണ്ടു. അത് വെച്ച് ആരാണ് രേണുസുധി ബാത്റൂമിൽ പോയി എന്ന് പറഞ്ഞിട്ട് കണ്ടന്റ് എടുത്തിരിക്കുന്നത് എന്നുള്ളതാണ് ഇവർ ചിന്തിക്കുന്നത്. ഇനി പൊട്ടന്മാരാണ് ഇത് കാണുന്നതെങ്കിൽ മനസ്സിലാവുന്നില്ല. അതായത് പറഞ്ഞു വന്നത് ഇതാണ്, ഒരു രീതിയിലും രേണുസുധിക്ക് ആദ്യമേ താല്പര്യമില്ലാത്ത ഒരു ഇന്റർവ്യൂ നമ്മൾ ഒരു മാസത്തോളം നമ്മൾ അവരുടെ പുറകിൽ നിന്ന് സംസാരിച്ചിട്ടാണ് നമ്മൾ ഇവരെ കൺവിൻസ് ചെയ്തിട്ട് ആ ഒരു ട്രീറ്റ്മെന്റിന്റെ സമയത്തൊക്കെ ആയിരുന്നു. അപ്പൊ അവർക്ക് ഒട്ടും ഓക്കെ, 1 മാസം വരെ നിങ്ങൾ സംസാരിച്ചു കൺവിൻസ് ചെയ്തിട്ട് നിങ്ങൾ അവരുടെ ഇന്റർവ്യൂ എടുത്തു എന്ന് പറയുന്നു. നിങ്ങൾ ആ ഇന്റർവ്യൂ എടുത്ത് എന്ത് ഉദ്ദേശത്തിന് വേണ്ടിയിട്ടാണ്? അങ്ങ് രേണുസുധിക്ക് അങ്ങ് നന്മ വരാനായിട്ടും അല്ലെങ്കിൽ നല്ലത് വരട്ടെ അല്ലെങ്കിൽ കുറെ പൈസ കിട്ടും എന്നൊക്കെ ഉള്ള ഒരു ഉദ്ദേശത്തോടു കൂടിയൊന്നും അല്ലല്ലോ. നിങ്ങളുടെ ചാനലിന് റീച്ച് വേണം. നിങ്ങൾക്കറിയാം രേണുവിന്റെ കണ്ടന്റ് ഇട്ട് കഴിഞ്ഞാൽ നിങ്ങളുടെ ചാനലിന് റീച്ച് വേണം. അതിനാണ് നിങ്ങൾ ഇന്റർവ്യൂവിന് പോയത്. രേണു വിചാരിച്ചു കുറെ നാൾ കൊണ്ടേ എന്റെ ഒരു വാർത്തകളും സോഷ്യൽ മീഡിയയിലോ അല്ലെങ്കിൽ ഒരു ചാനലിലോ വരുന്നില്ല, അപ്പം ഞാൻ എന്തെങ്കിലും കോൺട്രവേഴ്സി ഉണ്ടാവുന്ന രീതിയിലുള്ള കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കും റീച്ച് കിട്ടും, എല്ലാവരും റിയാക്ഷൻ വീഡിയോക്കാരെടുത്ത് റിയാക്ട് ചെയ്യും, ഞാൻ വീണ്ടും സോഷ്യൽ മീഡിയയിൽ സജീവാവും. ആ ഒരു ഉദ്ദേശം രേണുവിനുണ്ടായിരുന്നു. നിങ്ങൾക്ക് 2 പേർക്കും നിങ്ങളുടേതായിട്ടുള്ള ഉദ്ദേശം ഉണ്ടായിരുന്നു. അതുകൊണ്ട് നിങ്ങൾ ആ കാര്യം ചെയ്തു, സക്സസ് ആവുകയും ചെയ്തു. അപ്പൊ നമ്മൾ അത് കാണുന്ന ആൾക്കാർ അതെടുത്ത് റിയാക്ട് ചെയ്യുന്നു. അപ്പൊ ഞങ്ങൾ ചെയ്യുന്ന അതേ ഇത് തന്നെയാണ് നിങ്ങളും ചെയ്തത്. ആ ഒരു ഉദ്ദേശം തന്നെയായിരുന്നു രേണുവിനുള്ളത്. അപ്പൊ പിന്നെ നിങ്ങൾ ആരെയാ കുറ്റം പറയുന്നത്, ആരെയാ പൊട്ടന്മാരാക്കുന്നത്? നിങ്ങൾ ചെയ്യുന്നത് നമ്മൾ ചെയ്യുന്നത് എല്ലാം ഒരേ കാര്യം തന്നെയാണ്. പിന്നെ നിങ്ങൾക്ക് പറയാനുള്ളതുണ്ടോ? പിന്നെ നിങ്ങളൊരു ഇന്റർവ്യൂ കൊണ്ടുവന്ന് ഇട്ടിട്ടല്ലേ റിയാക്ഷൻ വീഡിയോക്കാരെടുത്ത് റിയാക്ട് ചെയ്യുന്നത്? നിങ്ങൾ ഇങ്ങനെ ഒരു ഇന്റർവ്യൂ ഇട്ടില്ലായിരുന്നു, രേണു ഇങ്ങനെ ഒരു കാര്യങ്ങളെ കുറിച്ച് പറഞ്ഞിട്ടില്ലായിരുന്നു എന്നുണ്ടെങ്കിൽ ഏതെങ്കിലും റിയാക്ഷൻ വീഡിയോക്കാർ റിയാക്ട് ചെയ്യുമായിരുന്നോ? ഇല്ലല്ലോ. അപ്പൊ നമ്മൾ ഈ റിയാക്ഷൻ വീഡിയോക്കാർ ചെയ്യുന്ന ആൾക്കാരൊന്നും രേണുവിന്റെ വീട്ടിലോട്ട് ചെന്ന് രേണുവിന്റെ കാര്യങ്ങളെല്ലാം തപ്പിപ്പിടിച്ച് അല്ലല്ലോ റിയാക്ട് ചെയ്തത്. സോഷ്യൽ മീഡിയയിൽ നിങ്ങൾ മുഖേന രേണു കൊണ്ടിട്ട കാര്യങ്ങളാണ് റിയാക്ട് ചെയ്യുന്നത്. അപ്പൊ അത് ഇടാതിരുന്നു എന്നുണ്ടെങ്കിൽ ഒരു പ്രശ്നമില്ലായിരുന്നു. അവരെ ജീവിക്കാൻ വിട്ടൂടെ, അവരവരുടെ പാട് നോക്കി പോട്ടെ എന്നൊക്കെ പറയുന്ന ആൾക്കാരോട് പറയാനുള്ളത്, അവര് ആഗ്രഹിച്ച കാര്യമാണ് ഈ റിയാക്ഷൻ വീഡിയോക്കാർ ചെയ്തത്. നിങ്ങൾ വെറുതെ ഇങ്ങനെ കിടന്ന് പറയണ്ട അവരെ ജീവിക്കാൻ വിടൂ എന്ന്. അവർക്ക് ഇതാണ് ഇഷ്ടം.
അല്ല, അവർക്ക് സമാധാനവും ശാന്തമായിട്ട് അവർക്ക് ജീവിക്കണമെന്നുണ്ടായിരുന്നു എന്നുണ്ടെങ്കിൽ അവരിങ്ങനെ ഒരു കോൺട്രവേഴ്സി വരുന്ന കാര്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ കൊണ്ടിട്ടില്ലായിരുന്നു. കിച്ചുവിൻ്റെ ഒരു വീഡിയോ 2-3 ദിവസം മുന്നേ വന്നിട്ടുണ്ടായിരുന്നല്ലോ. ആ വീഡിയോയിൽ രേണുവിനെ കുറ്റം പറയുകയോ അല്ലെങ്കിൽ രേണുവിൻ്റെ വീട്ടുകാരെ വല്ലതും പറയുകയോ എന്തെങ്കിലും ഈ കിച്ചു ചെയ്തിട്ടുണ്ടായിരുന്നോ? ഇല്ലല്ലോ. പിന്നെ ഈ രേണു എന്തിനാണ് ഈ കിച്ചുവിനെ ഇങ്ങനെ കുറ്റം പറയാനും അവൻ അങ്ങനെ ചെയ്തിട്ടുണ്ട്, ഇത് ചെയ്തിട്ടുണ്ട്, അത് ചെയ്തിട്ടുണ്ട്, സുധിയുടെ വീട്ടുകാരെന്നെ കാണാൻ വന്നിട്ടില്ല, അതില്ല ഇതില്ല എന്നൊക്കെ പറഞ്ഞിട്ട് പറയുന്നത്? അങ്ങനെ പറഞ്ഞത് കൊണ്ട് മാത്രമാണ് ഇപ്പോൾ റിയാക്ഷൻ വീഡിയോക്കാരായാലും സോഷ്യൽ മീഡിയയിലുള്ള ആൾക്കാരായാലും ഇതെടുത്ത് വെച്ച് സംസാരിക്കുന്നത്. അപ്പോൾ കാരണക്കാരാരാണ്? നിങ്ങൾ രേണു അല്ലേ?